നമസ്കാരം. ഞാൻ ഡോക്ടർ ഗീതു പാർവതി, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. നമ്മളുടെ വയനാട് ഇന്ന് കേരളത്തിൻ്റെ ഒന്നാകെ ഒരു ദുഃഖമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഉരുൾപൊട്ടലിന് ശേഷം പ്രഥമമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രാഥമിക ചികിത്സയും പ്രാഥമികമായിട്ടുള്ള സപ്പോർട്ടുമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സർവൈവേഴ്സ്, അതായത് ദുരന്തമുഖത്ത് നിന്നും രക്ഷപ്പെട്ട ആൾക്കാർ, അവരിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, കൗമാരപ്രായക്കാരുണ്ട്, യുവാക്കളുണ്ട്, പ്രായമായവരുണ്ട്, ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേർപാടിൻ്റെയും ദുഃഖങ്ങളിൽ കഴിയുന്നവരാണ്. പലരും ക്യാമ്പുകളിലാണ്, ചിലരെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കടുത്ത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആൾക്കാരിൽ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കുട്ടികളിലും കൗമാരപ്രായക്കാരിലൊക്കെ ഞെട്ടി ഉണരുക, അകാരണമായിട്ട് കരയുക, ഉറക്കക്കുറവ്, മറ്റുള്ളവരിലാണെങ്കിലും അമിതമായ ഉത്കണ്ഠ, ആകാംക്ഷ, ദുഃഖം, കടുത്ത വിഷാദം, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരിലെങ്കിലും ഇത് ഭാവിയിലേക്ക് പെർസിസ്റ്റ് ചെയ്യാനും നിലനിൽക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി നമ്മളെപ്പോഴും മാനസികമായിട്ടുള്ള പുനരധിവാസവും മാനസികമായിട്ടുള്ള പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ്. ദുരന്തമുഖത്തുള്ള വോളണ്ടിയേഴ്സ് ആണെങ്കിലും മാധ്യമപ്രവർത്തകരായാണെങ്കിലും മറ്റ് രക്ഷാപ്രവർത്തകരാണെങ്കിലും അവിടെ ഇത്തരത്തിലുള്ള സർവൈവേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിൻ്റെയോ മാനസികാഘാതത്തിൻ്റെയോ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതായത് ഉറക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ അകാരണമായിട്ട് ഭയം വരിക, ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഞെട്ടി ഉണരുക, ദുരന്തത്തെ പറ്റിയുള്ള ദുസ്വപ്നങ്ങൾ കാണുക, ആ ദുരന്തം വീണ്ടും വീണ്ടും വരുന്നതായിട്ട് റീലിവിങ് പോലത്തെ എക്സ്പീരിയൻസുകൾ വരിക, അകാരണമായിട്ട് മൂകമായിട്ടിരിക്കുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഉത്കണ്ഠ ഉണ്ടാവുക, അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും അവിടെ പോകുമ്പോൾ കാണുകയാണ് എങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളിലോ രക്ഷാപ്രവർത്തകരിലോ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ, ദുരന്തമുഖത്ത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവൈലബിളാണ്. അവിടെ നിങ്ങൾ അവരെ എത്തിക്കണം. അത്തരക്കാർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അവർക്ക് പറയാനുള്ള അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അവരെ കൃത്യമായ മാനസിക പിന്തുണ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. അത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമസ്തേ.